പിന്നെ ഈ കുട്ടി മരിക്കണതിൻ്റെ അന്ന് രാവിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ആൾ ഹാപ്പിയായിരുന്നു. പിന്നെ അവിടെ ഇഷ്യൂസ് GM ചീത്ത പറയുന്നത് പൊതുവെ എല്ലാവരും പറയുന്നതാണ്. നല്ല പേടിയുള്ള കുട്ടിയാണ്. പെയിൻ എന്ന് വെച്ച കുട്ടിക്ക് പേടിയാണ്. GMൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് പോയിട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ സംസാരിക്കുകയുള്ളൂ. നല്ല രീതിയിൽ അയാൾ സംസാരിക്കണത് ഞാനും കണ്ടിട്ടില്ല. എല്ലാവരും ഇപ്പോൾ പ്രോബ്ലം വന്നപ്പോൾ GM എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റിന് പിന്നെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിനായിട്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലം ആണ് തോന്നിയിട്ടുള്ളത്. GMനെ കൊണ്ടുവന്നത് ഹോസ്പിറ്റലിൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും സ്റ്റാഫിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമസ്കാരം. കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നേഴ്സായിരുന്ന അമീന ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രധാന കാരണം ആശുപത്രി മാനേജ്മെൻറ്റ് ക്രൂരത തന്നെയാണ്, പീഡനം തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാസില ബാനു എന്ന ജീവനക്കാരിക്ക് പറയാനുള്ളത്. ഫാസില പറയുന്നത് ഈ GM വന്നതിന് ശേഷം 20-ലടുത്ത് ജോലിക്കാരാണ് ഇവിടെ നിന്നും ജോലി നിർത്തി പുറത്തു പോയത്. അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ 20ഓളം ജീവനക്കാരാണ് ഈ ജോലി നിർത്തി ഇവിടെ നിന്ന് പോയത്. ഈ GM മാത്രമല്ല, ഇതിന് പിന്നിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു കളി കൂടി ഉണ്ട് എന്നാണ് ഫാസില ബാനു പറയുന്നത്. ഞാൻ 2021 ഇവിടെ ജോയിൻ ചെയ്യണത്. റിസപ്ഷനിസ്റ്റ് ആയിട്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇപ്പോഴുള്ള GM അല്ല ഉണ്ടായിരുന്നത്, വേറെ ആളായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റൊക്കെ ഇവർ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്തും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ GM ആയതുകൊണ്ടുള്ള ഇഷ്യൂ അല്ല, എല്ലാവരും ഇപ്പോൾ പ്രോബ്ലം വന്നപ്പോൾ GM എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റിന് പിന്നെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിനായിട്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒക്കെ കുറ്റിപ്പുറമുള്ള ആൾക്കാരായ കാരണം എന്തും ചെയ്യുക, എന്തും പറയുക, അങ്ങനത്തെ ഒരു ഞാനും കുറ്റിപ്പുറമുള്ള ആൾ തന്നെയാണ്. ഞാൻ അവിടെ ജനിച്ച് വളർന്ന് ഇവിടെ പഠിച്ചിട്ടുള്ള ആളാണ്. 1ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയത് GMൻ്റെ ഇഷ്യൂ അല്ല. GM ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് GMനെ അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പൈസ തിരുമാറി ചെയ്തിട്ട് ആളവിടുന്ന് ഒഴിവാക്കിയതാണ്, ടെർമിനേറ്റ് ചെയ്തതാണ്. എന്നിട്ട് എഗെയിൻ GMനെ എടുക്കുക ചെയ്തത്. അത് എടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ നഷ്ടത്തിലായി. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം കേട്ടോ. ഹോസ്പിറ്റൽ ഇവിടെ ഹീൽ ഫോർട്ട് തുടങ്ങി, റിയാസ് സാറും മുക്താർ സാറും ഇവിടുന്ന് മാനേജ്മെൻറ്റിനായിട്ട് ഇഷ്യൂ ആയിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് അവർ പോയിട്ട് പുതിയ ഹോസ്പിറ്റൽ തുടങ്ങി. അതിൻ്റെ ശേഷം ഹോസ്പിറ്റൽ ഭയങ്കര നഷ്ടത്തിലായിരുന്നു. അങ്ങനെയാണ് GMനെ കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും സ്റ്റാഫിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇയാൾ വന്നിട്ട് 2-3 ആഴ്ച ആയപ്പോൾ തന്നെ ഫാർമസിയിൽ നിന്ന് ഒരാൾ, ലാബിൽ നിന്ന്, അങ്ങനെ ഒരുപാട് പേര്, ഒരു 10 പേരിൽ കൂടുതൽ പോയിട്ടുണ്ട്, റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് താല്പര്യം ഉണ്ടായിട്ടല്ല, അതായത് ജോലി വിട്ട് കളയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, ഇവർക്ക് ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ പോയിട്ടുള്ളത്. പക്ഷെ അപ്പോഴൊക്കെ ഇവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എഴുതിയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ, അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ സോൾവ് ചെയ്യും, അങ്ങനെ സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാനല്ലാതെ വേറെ പ്രത്യേകിച്ച് നടപടിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് മന്തിൽ എനിക്ക് 9,000 സാലറി തന്നിട്ടുണ്ടായിരുന്നു. റിസപ്ഷനിലായിരുന്നു ബില്ലിങ്ങും ക്യാഷ്യറായിട്ട് രണ്ടും ഒരുമിച്ചാണ് ചെയ്യുക. ആ 9,000 തന്നതിൽ 3,500 അവർ അങ്ങോട്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഉണ്ട്, കണക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പേഷ്യൻ്റ് ഇപ്പോൾ എമൗണ്ട് അടക്കുന്ന സമയത്ത് ഒരു 31 രൂപ എമൗണ്ട് എന്ന് വിചാരിക്കുക, 1 രൂപ ചിലപ്പോൾ പേഷ്യൻ്റ് തരൂല. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് വെക്കണം, അല്ലാതെ അവർ 1 രൂപ പോലും അവിടെ ഡിസ്കൗണ്ട് തരൂല. അങ്ങനെയായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഓണത്തിൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഓവർ ഡ്യൂട്ടി തന്ന്, അപ്പോൾ തന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ തൊട്ടടുത്ത വീട്, ഹോസ്പിറ്റലിൻ്റെ 4 വീട് അപ്പുറത്താണ് വീട്. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞ് ഓവർ ഡ്യൂട്ടി തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല ഇത്രയും ചെയ്യാൻ. അന്ന് ബ്രജേഷ് എന്ന് പേരുള്ള ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്, ഇവരൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാ എമൗണ്ട് തരാം, കാരണം വേറെ സ്റ്റാഫ് ഇവിടെ ഇല്ല, ഓണത്തിൻ്റെ തിരക്കും പിന്നെ ഹിന്ദുസൊക്കെ ആയ കാരണം ഈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നൈറ്റും എല്ലാതും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തു. പക്ഷേ സാലറി കിട്ടിയ സമയത്ത് കറക്റ്റ് 9,000 ഉണ്ടായിരുന്നുള്ളൂ. ഓവർ ടൈമിൻ്റെ എമൗണ്ട് ഇല്ല. എന്നിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സാലറി വേണ്ട, എനിക്ക് ആ എമൗണ്ട് കൂട്ടിയിട്ട് തരാൻ പറ്റുകയാണെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ എമൗണ്ട് തന്നിട്ടില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങി പോന്നിട്ട് ഇപ്പോൾ ഡെൻ്റൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് അവരെ മാനേജ്മെൻറ്റ് അതല്ല, ഞങ്ങളുടെ ഡെൻറ്റിസ്റ്റ് തന്നെയാണ് ഞങ്ങളെ മാനേജ്മെൻറ്റ്. ഇത് വേറെ ആയ കാരണം എനിക്കിപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇഷ്യൂ ഇല്ല, കാരണം അവരുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് ഇഷ്യൂ ഇല്ല. പിന്നെ ഈ കുട്ടി മരിക്കണതിൻ്റെ അന്ന് രാവിലെ ഞാൻ കണ്ടിട്ടുണ്ട്.
അറിയുന്ന കുട്ടികളാണ്. കാരണം ഡെൻ്റലിക്ക് വന്നിട്ട് റൂട്ട് കനാൽ ചെയ്യും, ഞങ്ങളോട് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള കുട്ടികളാണ്. ആ കുട്ടിക്ക് നല്ല പേടിയാണ്. റൂട്ട് കനാൽ വേദന ഉണ്ടാവുമോ, ടോപ്പ് ഇടുമ്പോൾ വേദന ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്ന കുട്ടിയാണ്. നല്ല പേടിയുള്ള കുട്ടിയാണ്. പെയിൻ എന്ന് വെച്ച കുട്ടിക്ക് പേടിയാണ്. അങ്ങനത്തെ ഒരു കുട്ടീനെ രാവിലെ കണ്ട് സംസാരിച്ചതാണ്, റിസൈൻ ചെയ്ത് പറഞ്ഞതാണ്. പക്ഷെ കുട്ടി പെട്ടെന്ന് ഈ GM-ൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് പോയിട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. രാവിലെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും സംസാരിച്ചു? റിസൈൻ ചെയ്തു, 16-ാം തീയതി ഇറങ്ങാണ്, ഇനി അങ്ങനെ കാണാനൊന്നും പറ്റൂല, അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലല്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ ആൾ ഹാപ്പി ആയിരുന്നു. പിന്നെ അവിടെ ഇഷ്യൂസ് GM ചീത്ത പറയുന്നത് പൊതുവെ എല്ലാവരും പറയുന്നതാണ്. ഇപ്പം രണ്ടാഴ്ച മുൻപ് അവിടെ റിസപ്ഷനിൽ ഇഷ്യൂ ഉണ്ടായിട്ട് റിസപ്ഷനിൽ എല്ലാവരും ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ HR-നോട് പോയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്, ഞങ്ങൾ ഇനി വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ HR സോൾവ് ചെയ്ത് കുഴപ്പമില്ല. അതും ഈ GM ചീത്ത പറഞ്ഞിട്ട് തന്നെയായിരുന്നു. ഷൗട്ട് ചെയ്ത് പേഷ്യൻസിൻ്റെയും അതുപോലെ റെപ്പുമാരെയും മുന്നിൽ വെച്ചിട്ട് ഷൗട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക, ഞങ്ങൾക്ക് ഇനി നാളെ മുതൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. HR അത് സോൾവ് ചെയ്തിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വീണ്ടും ജോലിക്ക് കയറിയിട്ടുള്ളത്. പിന്നെ റിസപ്ഷൻ അവർ താഴത്തെ പേഷ്യൻസ് പുറത്തിറങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ പോലും ബുക്കിൽ എഴുതി വെച്ചിട്ട് പോവുക. നമ്മളിപ്പോൾ പീരിയഡ്സ് ടൈമിൽ ഇനിയിപ്പോൾ ഒന്ന് പാഡ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ബുക്കിൽ എഴുതി വെച്ചിട്ട് പോവുക. അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ തീരെ യൂസ് ചെയ്യാൻ പാടില്ല. ലഞ്ച് ടൈമിൽ ആ ഫുഡ് കഴിക്കണ സമയത്ത് മാത്രം ഒന്ന് നോക്കുക, അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാളെ സംസാരം, ഒരു ടൈപ്പ് സംസാരം, ഒലക്കയുടെ മൂഡ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ടൈപ്പ് സംസാരം നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ സംസാരിക്കുകയുള്ളൂ. നല്ല രീതിയിൽ അയാൾ സംസാരിക്കണത് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് PRO ആയിട്ട് വർക്ക് ചെയ്തിരുന്നവരൊക്കെ ഓരോരുത്തരായി പോകുമ്പോൾ മാനേജ്മെൻറ്റിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇയാളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. മാനേജ്മെൻറ്റിന് ഒരു കുഴപ്പമില്ല. PRO ഉണ്ടായിരുന്നു, വിദ്യേച്ചി എന്ന പേര്. ചേച്ചി നല്ല സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യാനും ചേച്ചിയുടെ കാര്യം തുറന്നു പറയാനും തുടങ്ങിയപ്പോഴാണ് ചേച്ചിനെ അവിടുന്ന് പുറത്താക്കിയത്. ചേച്ചിയായിട്ട് ഇറങ്ങിപ്പോയി, സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയായിട്ട് ഇറങ്ങി പോവുക ചെയ്ത്. എത്ര പേര് പുറത്ത് പോയിട്ടുണ്ട്? എന്തായാലും ഒരു 10 to 20 ഉള്ളിൽ അത്രയും ആൾ GM വന്നിട്ട് 10 to 20 അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. ഇത് GM-നെ മാത്രം ഒരിക്കലും കുറ്റം പറയരുത്. കാരണം GM ഇപ്പോൾ ഇവിടെ കുറ്റിപ്പുറം ഈ സൂറത്ത് ടെക്സ്റ്റൈൽസിൻ്റെ ഓണർ, സീനത്തിൻ്റെ ഓണർ, അതുപോലെ ഷിഫ മെഡിക്കൽസിൻ്റെ ഓണർ, ഇവരൊക്കെയാണ് മാനേജ്മെൻറ്റിൽ മെയിൻ ആൾക്കാർ. ഇവർ ഡെയിലി അവിടെ വന്നു പോണവരാണ്. 3, 4, 5, 10 വട്ടമൊക്കെ ഹോസ്പിറ്റലിൽ വന്നു പോണ ആൾക്കാർ. ഹോസ്പിറ്റലിൽ നടക്കാനുള്ള പ്രോബ്ലം അറിയണില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കള്ളത്തരാണ്. എന്നും അവിടെ കാണുന്നതാണല്ലോ ഇവർ. പിന്നെ ഇങ്ങനെ അവർ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്, ദൈനംദിനം നടക്കുന്ന പ്രവർത്തനങ്ങൾ GM ആണ് ഒരിക്കലും അല്ല. ഇവർ പറഞ്ഞിട്ട് ഇവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴല്ലേ GM ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ അവരൊറ്റയ്ക്ക് ചെയ്യണില്ലല്ലോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ GM-നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. GM ചെയ്ത സെയിം അതേ ഇവർ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് GM തെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം GM മാത്രമായിട്ട് ഒരിക്കലും കുറ്റക്കാരല്ല. ഫാസില വ്യക്തമായി തന്നെയാണ് പറയുന്നത്. മാനേജ്മെൻറ്റും GM-ഉം ചേർന്നുള്ള ഈ ഒരു മാനസിക പീഡനമാണ് ഇത്തരത്തിൽ അമീന ആത്മഹത്യ ചെയ്യാൻ കാരണമായത്. ഇക്കാര്യത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണം. നേരത്തെ ഇവിടെ നിന്നും ജോലി റിസൈൻ ചെയ്തു പോയ ആളുകളെ കണ്ടെത്തി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി ഇതിന് കൃത്യമായ ഒരു നീതി വാങ്ങിക്കൊടുക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മലപ്പുറത്ത് നിന്നും ടി അഭിഷേകനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.